മല്ലപ്പള്ളിയിലെ 5 വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളിയാഴ്ച പുലർച്ചെ മോഷണം നടന്നു. മല്ലപ്പള്ളി വലിയ പാലത്തിന് സമീപമുള്ള ന്യൂ ജോൺസ് ഹോട്ടൽ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിലാണ് മോഷണം നടന്നത്. മല്ലപ്പള്ളി ടൗണിന് സമീപമുള്ള 5 സ്ഥാപനങ്ങളിൽ വെള്ളിയാഴ്ച പുലർച്ചെയാണ് മോഷണം നടന്നത്. കോട്ടയം കോഴഞ്ചേരി സംസ്ഥാന പാതയോരത്തെ കടകളാണ് 4. 10,000-ലധികം രൂപയും നിരവധി വിലപിടിപ്പുള്ള വസ്തുക്കളും നഷ്ടപ്പെട്ടു. വില്ലേജ് ഓഫീസിന് സമീപമുള്ള ന്യൂ ജോൺസ് ഹോട്ടലിന്റെ വാതിൽ കുത്തി തുറന്നാണ് കള്ളന്മാർ അകത്തു കയറിയത്. 8,000 രൂപയോളം മോഷ്ടിച്ചു. വിവിധ സ്ഥാപനങ്ങളുടെ പേരിൽ ഇവിടെ വെച്ചിരുന്ന വഞ്ചികളും കൊണ്ടുപോയി. ഇവിടുത്തെ ചെലവും കടവും രേഖപ്പെടുത്തുന്ന ബുക്കുകൾ അടക്കമുള്ള രേഖകൾ വേറെയൊരു പുരയിടത്തിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. കഴിഞ്ഞ രാത്രിയിലാണ് മോഷണം ഉണ്ടായത്. ഫ്രണ്ടിലത്തെ ഡോറ് സ്കൂട്ടറെ വെച്ച് കുത്തി തുറന്നിട്ടാണ് കള്ളനകത്ത് കയറിയത്. അകത്ത് കയറി നമ്മുടെ ഡ്രോ എല്ലാം വലിച്ച് സ്കൂട്ടറെ വെച്ച് കുത്തി തുറന്ന് നമുക്ക് കോയിനും 10 രൂപയുടെ നോട്ടും 50ഉം 100ഉം എല്ലാം കൂടെ 18,000 രൂപ പൈസയായിട്ടുണ്ടായിരുന്നു. ആ പൈസ എടുത്തുകൊണ്ട് പോയി. അതുപോലെ തന്നെ ഇവിടെ എല്ലാം അലങ്കോലപ്പെടുത്തി ഈ ലോക്കെല്ലാം കുത്തിപ്പൊട്ടിച്ചു. പിന്നെ കോയിനിട്ട് വെച്ചിരുന്ന 3 പാത്രം ഉണ്ടായിരുന്നു, അത് സഹിതം എടുത്തുകൊണ്ട് പോയി. പിന്നെ നമ്മൾ ചാരിറ്റിക്ക് വെച്ചിരുന്ന നമ്മുടെ കാരുണ്യഭവനിലെ ഒരു ബോക്സ് ഉണ്ടായിരുന്നു, അതും പിന്നെ വ്യാപാരി വ്യവസായയുടെ ബോക്സ് ഉണ്ടായിരുന്നു. അതിനകത്തൊക്കെ ഇച്ചിരി പൈസ ഉണ്ടായിരുന്നു, എത്ര ഉണ്ടെന്ന് അറിയത്തില്ല. അതെല്ലാം എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. രാവിലെ പോലീസ് പരാതി കൊടുത്തിട്ടുണ്ട്. രാവിലെ പോലീസുകാരൊക്കെ വന്നിരുന്നു. ഉമ്മോ ഇങ്ങനെ രാത്രി ടൗണിൽ കൂടെ കറങ്ങിയെന്നൊക്കെ ഒരു അറിവ് കിട്ടിയിട്ടുണ്ട്. KSRTC ബസ് സ്റ്റാൻഡിന് സമീപം 18 കാർ കെയർ സെന്ററിൽ വലിയ ഗേറ്റ് ചാടിക്കടന്നാണ് മോഷ്ടാക്കൾ അകത്തു കടന്നത്. വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച ശേഷം ഓഫീസ് വാതിൽ കുത്തി തുറന്നു. ഹെൽമെറ്റ്, കൂളിംഗ് ഗ്ലാസ്, ക്ലോസ്ഡ് സർക്യൂട്ട് ക്യാമറ, റെക്കോർഡിംഗ് യൂണിറ്റ്, വണ്ടികൾ വൃത്തിയാക്കുമ്പോൾ ഉപയോഗിക്കുന്ന മൈക്രോ ഫൈബർ തുണി എന്നിവയ്ക്ക് പുറമെ 4,000-ലധികം രൂപയുടെ പെർഫ്യൂമുകളും മേശയ്ക്കുള്ളിൽ ഉണ്ടായിരുന്ന 4,000-ഓളം രൂപയും കൊണ്ടുപോയി. ഉടമ കോവിഡ് നിരീക്ഷണത്തിലാകിയാൽ അടച്ചിട്ടിരുന്ന മലയാളം ഫ്രൂട്ട്സ് എന്ന ജ്യൂസ് കടയും കുത്തി തുറന്നു. ആളില്ലാത്തതിനാൽ നഷ്ടം കണക്കാക്കാനായിട്ടില്ല. തൊട്ടടുത്തുള്ള ന്യൂ ഭാരത് പലചരക്ക് കടയുടെ ഗ്രില്ലിൻ്റെ പൂട്ട് പൊളിക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. നിർമ്മൽ ജ്യോതി സ്കൂളിന് എതിർവശം വെള്ളച്ചിവിടയിൽ ശശി അടുത്തിടെ തുടങ്ങിയ പച്ചക്കറിക്കടയിലും കയറിയെങ്കിലും കാര്യമായൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. കമ്പിയോ ലിവറോ ചേർത്താണ് ഇത് പൊട്ടിച്ചേക്കുന്നത്. എത്ര മണിയായി കാണും മോഷണം നടന്ന സ്ഥലത്ത്? അതറിയില്ല. ഞാൻ എൻ്റെ വെളുപ്പിനെ വീട്ടിൽ വന്ന് വിളിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഈ കടയുടെ വീട് തന്നെയാണ്. അവർ വീട്ടിൽ വന്ന് വിളിച്ചോണ്ടിരിക്കുകയായിരുന്നു വെളുപ്പിനെ എന്നോട്ട്. ഇവിടെ വന്ന് നോക്കിയപ്പം ഇത് തുറക്കത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ചോദിച്ചാൽ ഇതിനെ നീ എന്നാ ഇങ്ങനെ കൂട്ടിയേച്ച് പോയിരുന്നത്, തുറക്കത്തില്ലല്ലോ. എന്നാലും അവൻ വന്ന് നോക്കിയപ്പോൾ എല്ലാം വളർത്തി വെച്ചിരിക്കും. പിന്നെ അപ്പുറത്ത് ഇഷ്ടയുടെ ഇഷ്ടികയും ഇതെല്ലാം മുഹൂർത്തം ഇത്രയും തുറന്ന് അകത്ത് കയറി ഞങ്ങൾ കയറിയത്. ഇന്നലെ മഴ കാരണം അവൻ സ്കൂട്ടർ ഇവിടെ വെച്ചാൽ പോയി, ഓട്ടോയിലാണ് പോയി. രാവിലെ സ്കൂട്ടർ എടുക്കാൻ വന്നതാണ്, അതുകൊണ്ട് അല്ലെന്നൊരു അറിയത്തില്ലായിരുന്നു.